ശ്രദ്ധയും ബോധവും ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പറയുന്നത് ശ്രദ്ധ, ഫോക്കസ്, കോൺസെൻട്രേഷൻ ഇതൊക്കെ എക്സ്ക്ലൂസീവാണ് എന്നാണ്. എന്നാൽ ബോധം, അവെയർനെസ് ഇതെല്ലാം ഇൻക്ലൂസീവാണ് എന്നാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇത് മനസ്സിലാക്കാൻ നമുക്ക് നല്ലൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുകയാണ് ഒരു കൂട്ടുകാരനോടൊപ്പം. എന്തോ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഈ വിഷയത്തിലാണ്, നിങ്ങളുടെ കൂട്ടുകാരനിലാണ്. നിങ്ങൾ നടന്നു പോവുകയാണ്. വഴിയിൽ മരങ്ങളിൽ കിളികൾ പാട്ട് പാടിയാൽ നിങ്ങളത് കേൾക്കില്ല. താഴെ വേസ്റ്റ് കിടന്നാൽ നിങ്ങളത് ശ്രദ്ധിക്കില്ല, നിങ്ങളത് ചവിട്ടിക്കൊണ്ട് പോയേക്കും. റോഡിലൂടെ പോകുന്ന വണ്ടികളെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധവും കാണില്ല. ചിലപ്പോൾ വണ്ടികൾ നിങ്ങളുമായി വളരെ ചേർന്ന് പോയേക്കാം, പക്ഷെ നിങ്ങളത് അറിയുക പോലുമില്ല. വഴിയിൽ ഒരു പഴയ കെട്ടിടം പൊളിച്ച് ഒരു പുതിയ കെട്ടിടത്തിന് പണി നടക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങളത് കണ്ടു കാണില്ല. റോഡിൻ്റെ അപ്പുറത്തെ വശത്തു നിന്ന് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ വളരെ ഒച്ചത്തിൽ നിങ്ങളെ പേര് വിളിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങളത് കേൾക്കില്ല. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ കൂട്ടുകാരനിലായിരിക്കും, അവൻ പറയുന്ന കാര്യങ്ങളിലായിരിക്കും. ഇതാണ് ശ്രദ്ധ. ശ്രദ്ധ എന്നാൽ എക്സ്ക്ലൂസീവാണ്. ഒരൊറ്റ കാര്യത്തിലായിരിക്കും നിങ്ങൾക്ക് ശ്രദ്ധ ചെലുത്താൻ സാധിക്കുക. നിങ്ങളുടെ മുഴുവൻ എനർജിയും ആ ഒരൊറ്റ കാര്യത്തിലായിരിക്കും. ബാക്കിയെല്ലാം നിങ്ങളുടെ മുന്നിൽ അപ്രത്യക്ഷമാവും. ഈ ലോകം തന്നെ നിങ്ങളുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു. നിങ്ങളുടെ കൂട്ടുകാരനും അവൻ പറയുന്ന കാര്യവും അത് മാത്രമാണ് നിങ്ങളുടെ ദൃഷ്ടിയിൽ പിന്നെ ഉണ്ടാവുക. ഇതാണ് ശ്രദ്ധ. എന്നാൽ ബോധം തീർത്തും വ്യത്യസ്തമാണ്. അത് വൺ പോയിൻ്റഡ് അല്ല, അത് ഏതെങ്കിലും ഒരു ദിശയിലേക്കുള്ള എനർജിയല്ല, അത് സകല ദിശകളിലേക്കും പോകുന്നു. നേരത്തെ പറഞ്ഞ അതേ സാഹചര്യത്തിൽ നിങ്ങൾ പൂർണ്ണ ബോധത്തോടെയാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ വഴിയിലെ മരങ്ങളിലെ കിളികളുടെ പാട്ട് കേൾക്കും. റോഡിലൂടെ പോകുന്ന വണ്ടികളെക്കുറിച്ച് ബോധമുണ്ടാവും. താഴെയുള്ള വേസ്റ്റ് നിങ്ങൾ ചവിട്ടില്ല. ഒരു പുതിയ കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയിൽപ്പെടും. ദൂരെ നിന്ന് ഒരാൾ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ആ വിളി തീർച്ചയായിട്ടും കേൾക്കും. ഇതാണ് ശ്രദ്ധയും ബോധവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ശ്രദ്ധ എന്നാൽ വൺ പോയിൻ്റഡ് ആണ്, ഒരൊറ്റ ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കുന്നത്. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധയ്ക്ക് അല്ലെങ്കിൽ എനർജി ചെലുത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ബോധം നേരെ തിരിച്ചാണ്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ബോധമെന്നാൽ സ്പ്രെഡ് ഔട്ടാണ്. എല്ലാ ദിശകളിലേക്കും ബോധത്തിൻ്റെ എനർജി സഞ്ചരിക്കുന്നു. ഒന്നും ബോധത്തിനൊരു തടസ്സമല്ല. ശ്രദ്ധയെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അതല്ലാതെ മറ്റെന്ത് വന്നാലും ഒരു തടസ്സമാണ്. എന്നാൽ ബോധത്തിന് ഒന്നും തടസ്സമല്ല. എന്ത് വന്നാലും ബോധം അതിൻ്റെ സ്ഫിയറിലേക്ക് അതിനെ ചേർക്കുന്നു, അതിൻ്റെ ഏരിയയിലേക്ക് അത് ഉൾപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ബോധമെന്നാൽ ഇൻക്ലൂസീവ് ആണെന്ന്. ഇൻക്ലൂസീവ് എന്നാൽ ഉൾക്കൊള്ളുന്നത് എന്നർത്ഥം. ഒരിക്കലും ശ്രദ്ധ എന്നാൽ മോശമാണെന്ന് വിചാരിക്കരുത്. ശ്രദ്ധ മോശമല്ല, പക്ഷേ ലിമിറ്റഡ് ആണ്. നോക്കൂ, മനുഷ്യർ ശ്രദ്ധിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് മാത്രമാണ്, മനുഷ്യൻ്റെ ഫോക്കസിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നതെല്ലാം ഉണ്ടായത്. മൊബൈൽ ഫോൺ ആയിരുന്നാലും എയ്റോപ്ലെയിൻ ആയിരുന്നാലും ഏതൊരു ടെക്നോളജി ആയിരുന്നാലും മനുഷ്യന് ഫോക്കസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് ഇവയൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നത് സാധാരണ ജീവിതത്തിൽ ഒരു അത്ഭുത കഴിവാണ്. പക്ഷെ ഓർക്കുക, ഫോക്കസ് ചെയ്യുമ്പോൾ വേറൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ചുമ്മാ ചിത്രം വരയ്ക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞത്, പക്ഷേ വളരെയധികം ഫോക്കസ്ഡായി ചിത്രം വരയ്ക്കുന്ന ഒരാളുടെ പുറകിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താലും അവരൊന്നും അറിയില്ല. അതല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മളൊരു സിനിമ കാണുമ്പോൾ വളരെയധികം ഫോക്കസ്ഡായിട്ടാണ് സിനിമ കാണുന്നതെങ്കിൽ നമ്മളെ ഒരാൾ അലറി വിളിച്ചാൽ പോലും നമ്മൾ കേൾക്കില്ല. കാരണം നമ്മുടെ എനർജി മുഴുവൻ ആ സിനിമയിൽ ഫോക്കസ്ഡാണ്. നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവങ്ങളില്ലേ? ഫോക്കസ് ചെയ്യാൻ സാധിക്കുക എന്നത് ഒരു വലിയ സ്കില്ലാണ്. പക്ഷേ ഫോക്കസ് ചെയ്യാൻ സാധിക്കുക എന്നത് മനസ്സിൻ്റെ പ്രവൃത്തിയാണ്. ഫോക്കസ് മനസ്സിൻ്റെ ആക്ടിവിറ്റിയാണ്. പറയുന്നത് ബോധമെന്നത് മനസ്സിൻ്റെ പ്രവൃത്തിയല്ല എന്നാണ്. ബോധമെന്നത് പ്രവൃത്തി പോലും അല്ലത്രേ, അതൊരവസ്ഥയാണ്, മനസ്സിന് മുകളിലുള്ളൊരവസ്ഥ.
പറയുന്നത് ഫോക്കസ് ചെയ്യാൻ സാധിക്കുക എന്നാൽ ഒരു ഹ്യൂമൻ സ്കില്ലാണ്. എന്നാൽ ബോധവാനാവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഡിവൈൻ സ്കില്ലാണ്. അത് ദൈവികമാണ്.